കാലവർഷം ആരംഭിച്ചിട്ട് 1.5 മാസം പിന്നിടുമ്പോഴും മലയോരം ചുട്ടുപൊള്ളുന്നു. ഇന്നലെ ഹൈറേഞ്ചിൽ പലയിടത്തും 29 ഡിഗ്രി സെൽഷ്യസ് വരെ അന്തരീക്ഷ താപനില ഉയർന്നു. സമീപകാലത്തൊന്നും ജൂലൈ മാസത്തിൽ ഇത്രയും ചൂട് ഉയർന്നിട്ടില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ജില്ലയിൽ മഴക്കുറവ് 57%. ജൂൺ മാസം 1 മുതൽ കഴിഞ്ഞ 14 വരെയുള്ള കാലയളവിൽ സംസ്ഥാനത്താകെ 953.7 മില്ലിമീറ്റർ മഴ ലഭിക്കണമെന്നായിരുന്നു കണക്ക്. എന്നാൽ 659.6 മില്ലിമീറ്റർ മഴയാണ് ഇതുവരെ ലഭിച്ചത്. 294.01 മില്ലിമീറ്റർ മഴയുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഏകദേശം 29% മഴ കുറഞ്ഞെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. പ്രതീക്ഷിച്ച രീതിയിൽ കാലവർഷം ശക്തിപ്പെടാത്തത് വൈദ്യുതി ഉൽപാദനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. മഴ ശക്തിപ്പെട്ടില്ലെങ്കിൽ ഒക്ടോബറിന് ശേഷമോ അതിനു മുമ്പോ ശുദ്ധജലക്ഷാമവും നേരിടേണ്ടി വരുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. സാധാരണയായി ഏറ്റവും കൂടുതൽ മഴ ലഭിക്കാറുള്ള വയനാട്, ഇടുക്കി ജില്ലകളിലാണ് ഇത്തവണ ഏറ്റവും കുറവ് മഴ ലഭിച്ചത്. ജൂൺ 1 മുതൽ കഴിഞ്ഞ 14 വരെ വയനാട് ജില്ലയിൽ 58% മഴ കുറഞ്ഞപ്പോൾ തൊട്ടുപിന്നുള്ള ഇടുക്കിയിൽ 57% മഴ കുറഞ്ഞു. കോട്ടയം ജില്ലയിലെ മഴക്കണക്കിൽ 11% മാത്രം കുറവാണുള്ളത്. ഇടുക്കി വിഷൻ, കുമളി.